നമീബിയയിൽ ഇംബാലില എന്നൊരു ദ്വീപിൽ ഒരു ഗ്രാമത്തിനുള്ളിലാണ് ഞാനിപ്പോൾ. വലിയൊരു ബാവോബാവ് മരത്തിന് ചുറ്റുമുള്ള വേലിപ്പടർപ്പിനകത്ത് കുറച്ചുനേരം നിന്ന ശേഷം ഇനി ഗ്രാമക്കാഴ്ചകളിലേക്ക് നടക്കുകയാണ്. കൂടെ വന്ന ഡേവിഡിനൊപ്പമാണ് നടത്തം. ഇവിടുത്തെ വീടുകൾ ഇങ്ങനെയാണ്. കഫോബു എന്ന ഗ്രാമമാണിത്. 50ഓളം വീടുകളുണ്ട് ഈ ഗ്രാമത്തിൽ. ഇംബാലില ദ്വീപിൽ ആകെ 2500 മുതൽ 3000 വരെ ആളുകളാണ് വസിക്കുന്നത്. ഇത്തരത്തിലുള്ള 25 ഗ്രാമങ്ങളുണ്ട് ദ്വീപിൽ. ചോബേ നദിയും സാംബസി നദിയും ഒത്തുചേരുന്നതിനിടയ്ക്കുള്ള നീളമേറിയ ഒരു ഭൂപ്രദേശമാണ് ദ്വീപായി മാറിയിരിക്കുന്നത്. സാമാന്യം വലിയൊരു ദ്വീപാണ്. ഇംബാലിലയിലെ ഒരു ഗ്രാമത്തിലെ കാഴ്ചയാണിത്. നദിയിലും തീരത്തെ തിട്ടകളിലും വളരുന്ന നീളമേറിയ ഒരു പുല്ലുണ്ട്. ആ പുല്ലുകൊണ്ടാണ് വേലി കെട്ടിയിരിക്കുന്നത്. ഈ വേലിക്കകത്തെ കുടിലുകളും അതിന്റെ മുറ്റവും എല്ലാം കൂടി ചേരുന്നതാണ് ഒരു കുടുംബത്തിന്റെ വീട്. പല ആവശ്യങ്ങൾക്കുള്ള പല കെട്ടിടങ്ങൾ ചേർന്നതാണ് ഒരു വീട്. വീടിന്റെ ഭാഗം തന്നെയാണ് ഈ പുൽവേലിക്കെട്ട്. അതിനകത്തെ ചെമ്മൺമുറ്റത്തിന് ചുറ്റുമായി 3-4 വീടുകളുണ്ട്. അതിനെ മൊത്തത്തിൽ ഒരു ഹോംസ്റ്റെഡ് എന്ന് പറയാം. ഈ ദ്വീപിൽ എത്ര പേർ വസിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഡേവിഡ് എനിക്ക് പറഞ്ഞു തരുന്നത്. പ്രധാനമായും സ്വാന, സൂബിയ എന്നിങ്ങനെ 2 ജനവിഭാഗങ്ങളുടെ ഗ്രാമങ്ങളാണ് ഇവിടെയുള്ളത്. നമീബിയയുടെ ഏറ്റവും വിദൂര ഭാഗത്ത് കിഴക്കേ അറ്റത്താണ് ദ്വീപ്. രാജ്യതലസ്ഥാനമായ വിൻഡോക്കിലേക്ക് ഇവിടെ നിന്നും 1400 കിലോമീറ്റർ ദൂരമുണ്ട്. 18 മുതൽ 20 മണിക്കൂർ യാത്ര ചെയ്യണം അവിടെ എത്താൻ. ഈ ദ്വീപുകാർക്ക് വേണ്ടി അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വീടുകൾ പണിയുന്ന ഒരു രീതി. ചുള്ളിക്കമ്പുകൾ കൊണ്ട് ആദ്യം ഒരു ഫ്രെയിം ഉണ്ടാക്കും. തുടർന്ന് അതിന്മേൽ കുഴമണ്ണ് എറിഞ്ഞു പിടിപ്പിക്കും. ആഫ്രിക്കയിലെ എല്ലാ രാജ്യങ്ങളിലും ഗ്രാമീണ വീടുകൾ ഉണ്ടാക്കുന്ന ഒരു രീതി ഇതാണ്. പുറത്തുവെച്ചാണ് പാചകം. ഗ്രാമത്തിലെ ആളുകളുടെ ജീവിതത്തെ പറ്റിയൊക്കെ ഡേവിഡ് എനിക്ക് പറഞ്ഞു തന്നു. എല്ലാ വീട്ടുകാർക്കും കുറെ പശുക്കൾ ഉണ്ടാകും. മുതല വലിയൊരു ഭീഷണിയാണ് ഇവർക്ക്. അവ പശുക്കളെ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ മുതലകൾക്ക് അടുക്കാൻ കഴിയാത്ത വിധം നദീതീരത്ത് വേലി കെട്ടി ഒരു ഭാഗം ഉണ്ടാക്കി വെക്കും. പശുക്കളെ മാത്രമല്ല, ആട്, പന്നി, കോഴി എന്നിവയൊക്കെ ഗ്രാമീണർ വളർത്തുന്നുണ്ട്. മത്സ്യബന്ധനമാണ് മറ്റൊരു ഉപജീവന മാർഗം. കൃഷിയൊന്നുമില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ചെറിയ തോതിൽ കൃഷിയുണ്ട്. സ്ക്വാഷ് അഥവാ ഒരിനം ചുരയ്ക്ക, കടല, സ്വന്തം ആവശ്യത്തിനു മാത്രം, വിൽപ്പനയ്ക്കുള്ളതില്ല. മുൻപത്തേതുപോലെ നല്ല മഴ ഇപ്പോൾ കിട്ടുന്നില്ല. ഗവൺമെന്റ് സഹായമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഗവൺമെന്റിന്റെ റിലീഫ് പ്രോഗ്രാമുണ്ട്. അതിലൂടെ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നു. ധാന്യവും ഭക്ഷ്യ-എണ്ണയും ഇറച്ചിയും മീനുമെല്ലാം. അറുപത് വയസ്സ് കഴിഞ്ഞവർക്കായി ഗവൺമെന്റിന്റെ പെൻഷൻ ഫണ്ടുമുണ്ട്. ഈ ദ്വീപിൽ സ്കൂളുകളുണ്ടോ എന്ന് ഞാൻ തിരക്കി. ഗ്രേഡ് 0 മുതൽ ഗ്രേഡ് 11 വരെ അവിടെ പഠിക്കാം. 100ഓളം കുട്ടികളുണ്ടോ എന്നായി ഞാൻ. തന്റെ അറിവനുസരിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ 320 കുട്ടികൾ ഉണ്ടായിരുന്നെന്ന് ഡേവിഡ് പറയുന്നു.
ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് അറിയുകയുമില്ല. For this year because I've never asked. Okay. Yes. Right. തകരം മേഞ്ഞ വീടുകൾ. ഓരോ വീടിനോടും ചേർന്നുമുണ്ട് വേലിക്കെട്ട്. To the end of the village. This one? ഞങ്ങൾ ആ ഗ്രാമത്തിലൂടെ നടന്നു. ഓരോ വീടിനടുത്തും എത്തുമ്പോൾ വിചിത്രമായ ചില കാഴ്ചകളുണ്ട്. You can stay in it. ഒരു ഭാഗത്ത് മീൻ പിടിക്കുന്ന ഒറ്റാൽ കമിഴ്ത്തി വെച്ചതുപോലെ ചിലതുണ്ട്. അതിന്റെ ഒരു ഭാഗത്ത് ഒരു പൊത്തുണ്ടാക്കി വെച്ചിരിക്കുന്നു. Yes. ഇതിനകത്താണ് കോഴികളെ ഇടുന്നതെന്ന് ഡേവിഡ് പറഞ്ഞു. ചെറിയ പലക കൊണ്ട് ആ പൊത്ത് അടയ്ക്കുകയും ചെയ്യും. എന്നിട്ട് അതിനോട് ചേർന്ന് ഒരു കല്ലുകൂടി വെക്കും. വേണമെങ്കിൽ കുറുക്കന് കോഴിയെ എടുത്തുകൊണ്ടു പോകാം. Yeah. അത്ര ഉറപ്പേ ഉള്ളൂ കൂടിന്. ഗ്രാമത്തിലൂടെ വീണ്ടും നടന്നു. ഈ സമയത്ത് ഇവിടെ അധികം ആളുകളെ ഒന്നും കാണുന്നില്ല. അവിടെ ഒന്നോ രണ്ടോ പേരുണ്ടെന്ന് മാത്രം. വീൽബാരോയും വലിച്ചുകൊണ്ടു പോകുന്നു ഒരാൾ. 50-60 ആളുകളെ ഈ ഗ്രാമത്തിൽ ആകെ വസിക്കുന്നുള്ളൂ. എങ്കിലും സാമാന്യം വിശാലമാണ് കഫോബു ഗ്രാമം. കുട്ടികളെപ്പോലും പുറത്തെങ്ങും കാണുന്നില്ല. ഒരു മൈതാനം പോലുള്ള സ്ഥലത്ത് അങ്ങിങ്ങായി പല കെട്ടിടങ്ങൾ. ഇത് മറ്റൊരു വീടാണ്. നല്ല ബലത്തിൽ കെട്ടിയുണ്ടാക്കിയ വേലി. അതിന്റെ വാതിൽ ഒരു തകര ഷീറ്റ് വെച്ച് അടച്ചിരിക്കുന്നു. നടുമുറ്റത്തിനു ചുറ്റുമായി കെട്ടിടങ്ങൾ. എല്ലാം തകരം മേഞ്ഞിരിക്കുന്നു. പണ്ട് പുല്ലുമേഞ്ഞതായിരുന്നു വീടുകൾ. മാതാപിതാക്കളുടെ വീട് ആൺകുട്ടികൾക്കുള്ളത്, പെൺകുട്ടികൾക്കുള്ളത് എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ ഇവിടെയുമുണ്ട്. ഒരു വീടെടുത്താൽ ഒരു വേലിക്കെട്ടിനകത്തെ പല കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണ്. അതില്ലാത്ത വീട്ടിൽ 1-2 കെട്ടിടങ്ങളെ ഉണ്ടാവൂ. പൊതുവെ വരണ്ട പ്രദേശമാണ്. കാരണം നേരത്തെ കിട്ടിയിരുന്നത്ര മഴ ഇപ്പോൾ ഇവിടെ കിട്ടുന്നില്ല. Yes, it's also. അതുകൊണ്ട് മൊത്തത്തിൽ വരൾച്ചയാണ്. കൃഷിക്കും വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ വന്ന ദിവസങ്ങളിൽ ഇവിടെ തണുപ്പുണ്ട്. സമ്മർ ആയിട്ടില്ല. പല വീട്ടിലും ആടുകളുണ്ട്. ധാരാളം ആടുകളുള്ള ഗ്രാമീണരുമുണ്ടിവിടെ. ഏതോ ഒരു വീട്ടിലെ ആടുകൾ തീറ്റയൊക്കെ കഴിഞ്ഞു വരുന്നു. അവയെ മേയ്ക്കുന്നവരെ ഒന്നും കാണുന്നില്ല. വീണ്ടും മുന്നോട്ട് നടന്നു. മരത്തണലുകളിൽ ഒറ്റപ്പെട്ട വീടുകൾ. ഒരു മരച്ചുവട്ടിൽ ഒരു വൃദ്ധയുണ്ട്. വിറക് പെറുക്കാനോ മറ്റോ നടക്കുകയാണ്. നമീബിയ എന്ന രാജ്യമാണിതെന്നോർക്കണം. രാവിലെ ഞാൻ ബോട്സ്വാനയിലായിരുന്നു. ഇപ്പോൾ നമീബിയയിലും. ആഫ്രിക്കയുടെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തുള്ള രാജ്യമാണിത്. അതിന്റെ കിഴക്കേ അതിർത്തിയാണിവിടം. അവിടുത്തെ മനുഷ്യരാണിവർ. നടന്ന് ഞങ്ങൾ ഗ്രാമത്തിന്റെ ഒരതിർത്തിയിലേക്കെത്തി. So you are allowed to. ഇവിടെ ഒരു കാഴ്ചയുണ്ട്. അത് കാണിക്കാനാണ് ഡേവിഡ് എന്നെ കൊണ്ടുവന്നത്. മറിഞ്ഞുകിടക്കുന്ന ഒരു മരം. ബാവോബാബ് വൃക്ഷമാണ്. ആഫ്രിക്കയിലെങ്ങും ധാരാളമുള്ള വൃക്ഷമാണ് ബാവോബാബ്. ആഫ്രിക്കൻ ഗോത്രഗ്രാമങ്ങളിലെ ജീവിതവും വിശ്വാസവും എല്ലാമായി ചേർന്നു നിൽക്കുന്ന മരം. ഈ മരം മറിഞ്ഞു വീണിട്ട് തന്നെ 100-ലേറെ വർഷങ്ങളായി. പക്ഷേ മരം ഉണങ്ങിപ്പോയിട്ടില്ല. ഒരു നൂറ്റാണ്ടിനിടെ പല തലമുറകളിലുള്ളവർ അവരുടെ പേര് കൊത്തിവെച്ചിരിക്കുന്നതൊക്കെ മരത്തടിയിൽ കാണാം. അതെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് മരമുത്തച്ഛൻ അങ്ങനെ കിടക്കുന്നു. വീഴുന്നതിനു മുൻപ് 2 അതിലധികമോ നൂറ്റാണ്ടുകാലം ആകാശത്തേക്ക് തല ഉയർത്തി നിന്നവനാകാം ഇത്. This form. ഗ്രാമീണർ പ്രതീക്ഷയുടെ വൃക്ഷമായാണ് ബാവോബാബിനെ കാണുന്നത്. അവർക്ക് ഭക്ഷണവും മരുന്നും നൽകുന്ന ബാവോബാബ് ദൈവീക സാന്നിധ്യമുള്ള വൃക്ഷമാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഒരു ബാവോബാബ് വീഴുമ്പോൾ ഗ്രാമങ്ങളിൽ ദിവസങ്ങൾ നീളുന്ന ദുഃഖാചരണം തന്നെ നടക്കാറുണ്ട്. ഈ ഗ്രാമമെല്ലാം ഉൾപ്പെടുന്ന ഭാഗമാണ് കപ്രിവി സ്ട്രിപ്പ് എന്നറിയപ്പെടുന്നത്. നമീബിയയുടെ മെയിൻലാൻഡിൽ നിന്ന് സാംബസി നദി വരെ നീണ്ടുകിടക്കുന്ന 480 കിലോമീറ്റർ നീളമുള്ള ഒരു മെലിഞ്ഞ ഭൂഭാഗമാണത്. I live in a different village. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ജർമ്മനിയുടെ ചാൻസലർ ആയിരുന്ന ലിയോ വോൺ കപ്രീവിയുടെ പേരിൽ നിന്നാണ് സ്ട്രിപ്പിനും ആ പേര് ലഭിച്ചത്. Other attractions. ആ കഥയാണ് ഡേവിഡ് പറയുന്നത്. That is very, very important for people who live in this അക്കാലത്ത് village. നമീബിയ ജർമ്മനിയുടെ ഭരണത്തിലായിരുന്നു. Where? The market is നമീബിയയിൽ നിന്ന് സാംബസി നദിയിലൂടെ എളുപ്പത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്താം എന്ന ചിന്തയിൽ കപ്രീവി ബ്രിട്ടീഷുകാരിൽ നിന്ന് ഈ പ്രദേശം വാങ്ങിയെടുക്കുകയാണുണ്ടായത്. a stream called Luansin. അതിനു പകരമായി
സാൻസിബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. Also have the other part of Impadilla Island. എന്നാൽ സാംബസിയിൽ വിക്ടോറിയ വെള്ളച്ചാട്ടവും പല ഗർത്തങ്ങളും ഉള്ളതുകൊണ്ട് ഇവിടെ നിന്നും നേരിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഗതാഗതം സാധ്യമായിരുന്നില്ല. Village has a different name. ഇത് നേരത്തെ അറിയാമായിരുന്ന ബ്രിട്ടീഷുകാർ കാര്യം മറച്ചുവെച്ച് കപ്രേവിയെ പറ്റിക്കുകയായിരുന്നു. What is the name of this village? Kafubu. പിന്നീട് സ്ട്രിപ്പ് തിരികെ നൽകാൻ ജർമ്മനി പലതവണ ശ്രമിച്ചെങ്കിലും ബ്രിട്ടൻ വഴങ്ങിയില്ല. Yes. നമീബിയ സ്വതന്ത്രമായപ്പോൾ സ്ട്രിപ്പ് ആ രാജ്യത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. Uyoye village. That is the name. ഏതായാലും കപ്രീവി സ്ട്രിപ്പിലൂടെ ലിയോ വോൺ കപ്രീവി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. Less than. കപ്രീവി സ്ട്രിപ്പിന്റെ ഏറ്റവും കിഴക്കേ അറ്റത്താണ് ഇംബാലില ദ്വീപ്. Up north. Christian mainly. യാത്ര തുടരുമ്പോൾ ഡേവിഡ് ഇംബാലിലിയുടെ വിശേഷങ്ങൾ പറഞ്ഞു. Sisters. Oh, ancestors. ക്രിസ്ത്യാനികളാണെങ്കിലും ഇവർ പൂർവികരെ ആരാധിക്കുന്നവരാണ്. Are you Catholics? നിങ്ങൾ കത്തോലിക്കരാണോ എന്ന് ഞാൻ ചോദിച്ചു. കത്തോലിക്കരുണ്ട്. We have New Apostolic Church in the ന്യൂ area. We have അപ്പോസ്തോലിക് ചർച്ച് ഉണ്ട്. Apostolic First Church in the area. We have Seventh Adventist Church in the area. സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ച് ഉണ്ട്. Church God's Ark. പിന്നെ ഗോഡ്സ് ആർക്ക് ചർച്ചുകളും. There are 5. You get married. കല്യാണങ്ങൾ എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് ഞാൻ Marriage ചോദിച്ചു. in the church? It depends. Either people can marry outside church or inside church. No. Mostly, how is the marriage happening? Means പള്ളിയിൽ വെച്ചാണോ അതോ ഗോത്ര രീതിയിലാണോ എന്നറിയാൻ വേണ്ടിയാണ്. Traditional way. Even if it happens in a traditional way, but the same people are still Christian. പള്ളിയിൽ വെച്ചും ഗോത്ര രീതിയിലും വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. right. How many wives? ഒരാൾക്ക് എത്ര ഭാര്യമാരുണ്ടാവും But എന്ന് ചോദിച്ചു. nowadays, one, but you can still find people with more than one. Okay. Yes. Traditionally, you marry more than one. Other people believe in that. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഭാര്യയാണുള്ളത്. To the person himself. Okay. Yes. If you want, you can. If you want, you can. പക്ഷേ ഒന്നിലധികം ഭാര്യമാരുള്ളവരുമുണ്ട്. You cannot do it. Usually, how many children? എത്ര മക്കൾ ഉണ്ടാവുമെന്ന് That ചോദിച്ചു. also depends. You Maximum? find other people, they have many, other people have just a small number. അത് സാഹചര്യം അനുസരിച്ചിരിക്കും. There is no maximum because other people can even go up to 15. Oh. Yes. 15 മക്കൾ വരെയുള്ള ആളുകളുണ്ട്. There are. More than one wife, they can go up to 15. ഒന്നിലധികം ഭാര്യമാർ ഉള്ളവർക്കാണ് അത്രയും മക്കളുള്ളത്. Because they still believe the more you have, that is how you be assisted. Other people believe that. Because Africans, most of the African cultures, what I have realized, they believe as they are growing old, now people to help them because they are no longer active. They are their grandchildren or sons and daughters. കൂടുതൽ മക്കളുണ്ടെങ്കിൽ അവരിൽ നിന്നെല്ലാം കൂടുതൽ സഹായം കിട്ടുമെന്നാണ് മിക്കവരും വിശ്വസിക്കുന്നത്. ഡേവിഡിന്റെ അത്തരം വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് നടന്നു. വരണ്ടുണങ്ങിക്കിടക്കുന്നതുപോലുള്ള ഗ്രാമം. അങ്ങിങ്ങായി കുറെ വീടുകളുണ്ടെങ്കിലും ആളുകളെയൊന്നും കാണുന്നില്ല. ഗ്രാമത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് തിരികെ എത്തി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനസംഖ്യ കുറഞ്ഞ രാജ്യമാണ് നമീബിയ. 30 ലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ. ലോകത്ത് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിലൊന്ന്. ഇവിടെ ഒരു പൊതു ടാപ്പുണ്ട്. അതിനടുത്ത് കുറെ ബക്കറ്റുകളും വെച്ചിരിക്കുന്നു. കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൊതു ടാപ്പാണ്. The water containers. ഒരു കുടുംബത്തിനുള്ളതാണ് ആ ബക്കറ്റുകളിലെ വെള്ളമെന്ന് ഡേവിഡ് പറഞ്ഞു. One family. യാത്ര തുടരുമ്പോൾ ഞാൻ ഡേവിഡിനോട് ചോദിച്ചു, ഇവിടെ ടൂറിസ്റ്റുകളുടെ ഗ്രൂപ്പുകൾ വരുമ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണെന്ന്. ഇവിടുത്തെ സ്ത്രീകളെല്ലാം ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു നൃത്തമാണ് പ്രധാന പരിപാടിയെന്ന് ഡേവിഡ് പറഞ്ഞു. ഞാൻ തനിച്ചേയുള്ളൂ എന്നതുകൊണ്ടാണോ ഈ നൃത്തം ചെയ്യാത്തതെന്ന് ചോദിച്ചു. അതെ എന്നാണ് മറുപടി. കൂടുതൽ ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും കുറേശ്ശെ ടിപ്പ് കൊടുക്കുമല്ലോ. എല്ലാവരും കൂടി തരുന്ന ടിപ്പ് ഞാൻ തന്നേക്കാം, സ്ത്രീകൾ ഡാൻസ് ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതോടെ സ്ത്രീകൾക്ക് ഉത്സാഹമായി. മരത്തിന്റെ ചുവട്ടിൽ അങ്ങിങ്ങിരുന്നവരൊക്കെ എണീറ്റു. പെട്ടെന്ന് ചില വസ്ത്രങ്ങളൊക്കെ അണിയുകയാണ് അവർ. വീട്ടിലേക്ക് പോയിരുന്ന ചില സ്ത്രീകളെ വിളിച്ചു വരുത്തി. കാര്യങ്ങൾ വളരെ സ്ലോയിലാണ്.
അതാണ് കാര്യം. ഒന്നിനും ഒരു ചടുലതയില്ല. എന്റെ കൂടെ കൂടുതൽ ആളുകൾ വരാത്തതുകൊണ്ടും കാര്യമായി കച്ചവടമൊന്നും നടക്കാത്തതുകൊണ്ടും ഒരു സങ്കടമുണ്ടായിരുന്നു ഇവർക്ക്. അതൊന്ന് മാറ്റിയേക്കാമെന്ന് കരുതിയാണ് ഞാൻ ഡാൻസിന്റെ കാര്യം പറഞ്ഞത്. 10 പേർ വന്നാൽ കിട്ടുന്ന പ്രതിഫലം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. സഞ്ചാരത്തിൽ ഒരു കലാപരിപാടിയുമാകും. തലയിൽ കെട്ടും പ്രത്യേക പാവാടയുമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവരുടെ പാരമ്പര്യ വേഷമാണെന്ന് പറയാനാവില്ല. നൂറ്റാണ്ടുകളോളം ഇവിടം ഭരിച്ച യൂറോപ്യർ നൽകിയതാണ്. ജർമ്മൻ കോളനിയായിരുന്നു ആദ്യകാലത്ത് നമീബിയ. പിന്നീട് സൗത്ത് ആഫ്രിക്കയിലെ വെള്ളക്കാരുടെ ഭരണകൂടവും ഇവരെ ഭരിച്ചു. 1-ാം ലോകമഹായുദ്ധകാലത്ത് 1915-ലാണ് ജർമ്മൻകാരിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരുടെ ഭരണകൂടം നമീബിയ പിടിച്ചെടുത്തത്. ബാവോബാബ മരത്തിൽ നിന്നും ഒരു കായ താഴേക്ക് വീണു. ഡേവിഡ് അതെടുത്തു. Yeah. ഇതാണ് കായ. What is this used for? ഒരു ചെറിയ തേങ്ങയുടെ വലിപ്പമുണ്ട്. Oil from ഈ കായ ഇവരുടെ ഒരു ഭക്ഷ്യവസ്തുവാണ്. Juice. Rich in vitamins. ഞങ്ങൾ ഇതുകൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കുമെന്ന് ഡേവിഡ് പറഞ്ഞു. വിറ്റാമിൻ സി സമൃദ്ധമായുള്ള കായാണ്. Yes. സ്ത്രീകൾ ഡാൻസിനൊരുങ്ങി. കയ്യിൽ കിട്ടിയ ചമയങ്ങളൊക്കെ അണിഞ്ഞിരിക്കുന്നു. ചിലർക്ക് തലയിൽ കെട്ട്, ചിലർക്ക് തൊപ്പി. ഇത് രണ്ടുമില്ലാത്തവർ മുടി പൊക്കിവെച്ചിരിക്കുന്നു. ധാരാളം ഗോത്രവിഭാഗങ്ങളുള്ള നാടാണ് നമീബിയ. ഓരോ ഗോത്രങ്ങൾക്കും ഉപഗോത്രങ്ങളും അവരുടേതായ ഭാഷയും വേഷവും ആചാരങ്ങളുമെല്ലാമുണ്ട്. ഒവാംബോ, ഡമാര, ഹെരേരോ, കവാങ്കോ എന്നിങ്ങനെ പല പല ഗോത്രങ്ങളുണ്ട്. ശരീരം മുഴുവൻ ഒരു പ്രത്യേക പേസ്റ്റ് പുരട്ടി അല്പവസ്ത്രം മാത്രം ധരിക്കുന്ന ഹിംബ എന്ന ജനതയുള്ള നാടാണ് നമീബിയ. നമീബിയയിലെ ജനങ്ങളെല്ലാം ദരിദ്രരാണെന്ന് കരുതരുത്. 1990-ൽ മാത്രം സ്വാതന്ത്ര്യം നേടിയ ഈ രാജ്യം സാമാന്യം മികച്ച സാമ്പത്തിക പുരോഗതി നേടിയിട്ടുണ്ട്. 11 പ്രമുഖമായ ഗോത്രങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. അതിൽ മിക്കവരുടെയും ഭാഷ ദേശീയ ഭാഷയായി അംഗീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷും ജർമ്മനും നന്നായി സംസാരിക്കുന്ന ധാരാളം നമീബിയക്കാരുമുണ്ട്. രാജ്യത്തിന്റെ ഭാഗമായ നമീബ്, കലഹാരി മരുഭൂമികളിൽ വസിക്കുന്ന ഗോത്രങ്ങളിൽ പലതും ഇപ്പോഴും പൂർണ്ണമായും പാരമ്പര്യ രീതികൾ പിന്തുടരുന്നവരാണ്. ഒരു ഡാൻസ് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ അടുത്ത ഡാൻസ് അവർ തുടങ്ങി. ഒരു പ്രായമായ സ്ത്രീയാണ് ഈ നൃത്തത്തിന്റെ നേതൃത്വം. ഓരോ നൃത്തത്തിലും ഇങ്ങനെ ലീഡറായി ഒരാൾ മുന്നോട്ട് കയറി വന്ന് കളിക്കും. ചുവടുവെപ്പെല്ലാം ആദ്യ നൃത്തത്തിലേത് തന്നെ. എന്നാൽ പാട്ട് മാറിയിട്ടുണ്ട്. നൃത്തം ഈ ആഫ്രിക്കൻ ഗോത്രങ്ങളുടെയെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരു കുഞ്ഞു ജനിച്ചാൽ, ഒരു മരണമുണ്ടായാൽ, കല്യാണവേളയിൽ എന്നിങ്ങനെ എന്തിനും ഗോത്രത്തിലെ ആളുകൾ ഒത്തുചേർന്ന് നൃത്തമാടും. ഒരു മൃഗത്തെ വേട്ടയാടി കിട്ടിയാൽ പോലും ഉണ്ടാകും നൃത്തം. ആഫ്രിക്കയിലെ എല്ലാ ഗോത്രങ്ങൾക്കും അവരവരുടേതായ പാട്ടുകളും നൃത്തച്ചുവടുകളുമുണ്ട്. ഡ്രംസിന്റെ താളവും അതിന്റെ ഒരു ഭാഗമാണ്. ഇവിടെയും അതുണ്ടാവേണ്ടതായിരുന്നു. പുരുഷന്മാരാണ് ചെണ്ട കൊട്ടേണ്ടത്. അവർ ഇന്നിവിടെയില്ല. പുരുഷന്മാർ മീൻ പിടിക്കാനോ കാലി മേയിക്കാനോ പോയിരിക്കുന്ന സമയമാണ്. ആ നൃത്തം കൂടി അവസാനിച്ചു. പരിപാടി നന്നായെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. ഞാൻ അവർക്ക് നന്ദി പറഞ്ഞു. Thank you very much. Okay, bye. ഇഗ്നിസ് എന്നാണ് ഈ അമ്മൂമ്മയുടെ പേര്. ഇവരാണ് ഇവിടുത്തെ ഏറ്റവും പ്രായമായ സ്ത്രീ. And you? തൊട്ടടുത്ത് നിൽക്കുന്നത് പെട്രോനേരയാണ്. Petronera. Petronera. ചാമരം പോലുള്ള മുടിയുമായി പെട്രോനേര.
Petronella. അടുത്തുള്ളത് വെൻഡിയാണ്. Wendy. Wendy. നൃത്തക്കാരിൽ ഏറ്റവും പ്രായം കുറവ് ഇവൾക്കാണ്. Lynette. ലിനറ്റ് എന്നാണ് പേര്. You. I'm Anna. പിന്നെ അന്ന. നിർവികാരയായി അന്നയും പേര് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ പ്രധാന കക്ഷി, ബൃന്ദ. Brenda. ബൃന്ദയാണ് ഇവിടെ വന്നപ്പോഴേ എന്നെ സ്വീകരിച്ചത്. Brenda. ഈ സംഘത്തിന്റെ ലീഡർ ബൃന്ദയാണെന്ന് പറയാം. അവർക്ക് ഞാൻ കുറച്ച് ഡോളറുകൾ കൊടുത്തു. Sure. Please. എല്ലാവരോടും യാത്ര പറഞ്ഞു. ഡേവിഡിനോടൊപ്പം ആ വേലിക്കെട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഇനി എമിഗ്രേഷൻ ഓഫീസ് ഉള്ളിടത്തേക്ക് പോവുകയാണ്. സ്ത്രീകളെല്ലാം കൈവീശി എന്നെ യാത്രയാക്കി. വീണുകിട്ടിയ ബാവോബാബിന്റെ കായുമായാണ് ഡേവിഡ് നടക്കുന്നത്. ഞങ്ങൾ ആ ഗ്രാമത്തിലൂടെ നടത്തം തുടർന്നു.